നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറികടന്നാണ് നാം ഓരോരുത്തരും ഇന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുവാനായിട്ട് പോകുന്നത്. അതിൻ പ്രകാരമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടവരാണ് നിങ്ങൾ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരാണ്. വേദനിക്കാത്ത നിമിഷങ്ങളൊന്നും നിങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ തൊടുകുറി ഫലം ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് 2 ചിത്രങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 2 ചിത്രത്തിന്മേൽ തന്നെയാണ് എല്ലാവർക്കും തൊടുകുറി ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തേത് തുളസിയിലെയും രണ്ടാമത്തേതെന്ന് പറയുന്നത് ആലിലെയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടി പറയുകയാണ്, ഒന്നാമത്തെ ചിത്രം തുളസിയിലെയും രണ്ടാമത്തെ ചിത്രം ആലിലെയുമാകുന്നു. ഈ 2 ചിത്രത്തിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് അനുഗ്രഹത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ഈശ്വരൻ നിയോഗിച്ച വ്യക്തികൾ. ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടും അതിനൊന്നും ആരോടും പരാതിയോ പരിഭവമോ വേദനകളോ ഒന്നും പറയാതെ ഇന്നോളം നിങ്ങളുടെ ജീവിതത്തെ കടിച്ചമർത്തി ജീവിക്കുന്ന വ്യക്തികളാണ്. ധാരാളം പ്രയാസമാണ് നാൾക്ക് നാൾ നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അത്രത്തോളം ഭാരങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം മാറുവാനായിട്ട് പോവുകയാണ്. ഒരു നല്ലൊരു ജീവിതം തന്നെ, അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ജീവിതമാണ് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, വരുന്ന ഒരു 4 ആഴ്ചയ്ക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയുവാനായിട്ട് സാധിക്കും. അതായത് എവിടെയൊക്കെയാണോ നിങ്ങൾ തോറ്റുപോയത്, ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിലാണോ നിങ്ങൾ ഏറ്റവും അന്തിമമായി നിങ്ങളുടെ ലക്ഷ്യത്തെ മറന്നു നിന്നത്, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും വിശ്വാസത്തോടും ഈശ്വരാനുഗ്രഹത്തോടും നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക. പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും അതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തുവാനും ഒക്കെ ഈശ്വരൻ നിങ്ങളെ സാധിക്കും. ഒത്തിരി നാളുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗങ്ങൾ, നിയമപരമായി നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യം നേടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സമയം, തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറും ആഗ്രഹങ്ങൾ മാത്രമല്ല, അതൊരു ഫലപ്രദമായ ഒരു സമയത്തിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടു പോകും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വാസ്തവമായ കാര്യം. ആഗ്രഹങ്ങളും അതുപോലെ പ്രതീക്ഷകളും ഒക്കെ നിങ്ങൾക്കുമുണ്ട്. അതിൻ പ്രകാരം തന്നെ ഈശ്വരൻ സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഒത്തിരി വേദനകൾ ഈ ചെറിയ കാല ജീവിതത്തിൽ തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം തന്നെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം, ആത്മധൈര്യം നിങ്ങളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങൾ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം ഒരു ആശ്വാസം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ തുളസിയിലെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. മാത്രവുമല്ല, വരുന്ന ഒരു മാസത്തിനകം തന്നെ, അല്ലെങ്കിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ അകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ തുളസിയിലെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ആലിലെയാണ്. ശിവഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. തീർച്ചയായിട്ടും വളരെയധികം സൗഭാഗ്യവും വളരെയധികം അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകാം. പലരുടെയും ഇഷ്ടഭഗവാൻ അല്ലെങ്കിൽ ഇഷ്ടദേവൻ തന്നെ ആയിരിക്കാം ശിവഭഗവാൻ എന്ന് പറയുന്നത്.
ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾ തുറന്നു പറയുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ഒരു ഈശ്വര ശക്തി എന്ന് പറയുന്നത് ആ ഒരു മഹാശക്തി തന്നെ ആയിരിക്കാം. പലർക്കും ഈശ്വരാനുഗ്രഹമുണ്ട് എന്ന് വെളിവാകുന്ന പല സന്ദർഭങ്ങളിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയം, നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്ന സമയം ഒരു ആലിലയോ അല്ലെങ്കിൽ ദൈവീക സാന്നിധ്യമുള്ള എന്തെങ്കിലും ഒരു ചെടിയുടെ ഇല കൊഴിഞ്ഞ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വീഴുന്ന ആ ഒരു സമയം, അതൊക്കെ വളരെ ഈശ്വര സാന്നിധ്യം നിങ്ങളിലുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു വസ്തുത തന്നെയാകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ മുഖമുദ്രയുള്ള വ്യക്തികൾ തന്നെയാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത്. അതായത് ഇനി എത്ര തന്നെ കഷ്ടങ്ങളോ എത്ര തടസ്സങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നോട്ടെ, അതൊന്നും നിങ്ങൾക്ക് കാര്യമാക്കില്ല. അതായത് അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥം. വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കടഭാരം തന്നെയായിരിക്കാം. ഇത് നിങ്ങളെ ശാരീരികമായും മാനസികമായും ധാരാളം അസ്വസ്ഥതയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു കാരണവശാലും സമാധാനത്തോടെ ഉറങ്ങുവാനോ ഒന്നും സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറയാനോ ആർക്കും നിങ്ങളെ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രത്തോളം നിങ്ങൾ ഇറുകിയ അല്ലെങ്കിൽ ഏറ്റവും മുറുക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കഴിയുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. ഏറ്റവും കൂടുതൽ ആത്മരക്ഷ നിങ്ങളിൽ ഉണ്ടാകേണ്ട സമയമാണ്. അതുമല്ല, ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നൊരു സമയം കൂടിയാകുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ടാകണം. വളരെയധികം കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോയേക്കാം, വളരെയധികം വേദനിക്കുന്ന സമയങ്ങളിലൂടെ കടന്നു പോയേക്കാം. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഈശ്വര വിശ്വാസം ഉണ്ടാകണം. ചെയ്യുന്നതിനെല്ലാം ഒരു ദൈവീക സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലൊക്കെ ധാരാളം ശത്രുതകൾ പാലിച്ചു നടക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അതായത് ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത വേദനകൾ സമ്മാനിച്ച ബന്ധുക്കളായിരിക്കാം. അതൊക്കെ ഒന്ന് പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. അതായത് ഈ ദോഷങ്ങൾ കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സകല ബുദ്ധിമുട്ടുകളും കടന്നു വരുന്നത്. എന്നാൽ ആ ദോഷങ്ങളെയൊക്കെ മാറ്റിമറിക്കുവാൻ സർവീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രമായ ആലില തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഏറ്റവും അന്തിമമായിട്ട് നിങ്ങളുടെ കടഭാരം മാറിക്കിട്ടും. വരുന്ന ഒരു 9 മാസത്തിനകം നിങ്ങൾ ആഗ്രഹിക്കും പോലെ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലെത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ട്. ഏറ്റവും അധികം ഈശ്വര ശക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാകുന്നു. വളരെ കുറച്ച് മാസങ്ങൾ കാത്തിരിക്കുക. ഈശ്വര അനുഗ്രഹവും ഈശ്വര നന്മയും ഒക്കെ ഉണ്ടാകും. വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും കൂടി ഓരോ നിമിഷവും നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.